സുഹൃത്തുക്കളെ, എപ്പോഴും BJPയിലെ നേതാക്കന്മാരെ കുറ്റം പറയുന്നതാണ് എൻ്റെ വീഡിയോകളെല്ലാം തന്നെ. എന്നാൽ ഈ വീഡിയോയിൽ നേരെ മറിച്ചാണ്. വളരെ മാന്യമായി ഓപ്പണായി തുറന്ന് സത്യം പറയുന്ന ഈ BJP MLAയുടെ ആ നല്ല മനസ്സിനെ പുകഴ്ത്താതെ തരമില്ല. എപ്പോഴും കള്ളം പറയുന്നവരാണ് BJPയുടെ നേതാക്കന്മാരും MLAമാരും MP മാരും എന്നുള്ളത് തെറ്റാണ് എന്ന് വ്യക്തമായി തെളിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ സത്യം പറച്ചിലിലൂടെ മോദിയുടെ പൊള്ളത്തരവും ഈ MLA തുറന്നു കാണിക്കുകയാണ്. പൊതുജനങ്ങളോട് ഒരു പൊതുപരിപാടിയിൽ വെച്ച് യാതൊരു സങ്കോചവും കൂടാതെ താൻ എങ്ങനെയുള്ള ആളാണ് എന്ന് സത്യസന്ധമായി പറയുന്ന ഉത്തർപ്രദേശിലെ BJPയുടെ ഈ MLAയുടെ വീഡിയോ വൈറലാവുകയാണ്. ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളുടെയും സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗുകളുടെയും സത്യാവസ്ഥയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള BJPയുടെ ഈ MLA വ്യക്തമായി തുറന്നു കാണിക്കുന്നത്. രാജ്യത്ത് എന്താണ് നടക്കുന്നത്, BJPയുടെ MLAമാരും MP മാരും നേതാക്കളും ചെയ്യുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് ഓപ്പണായി BJP പ്രവർത്തകരോട് വ്യക്തമാക്കുകയാണ് ഇയാൾ. ഇതിലൂടെ ഇയാൾ തെളിയിക്കുന്നത് മോദി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ 100% പൊള്ളയാണ് എന്നും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് റാലികളിൽ വെറും കല്ല് വെച്ചാൽ കുരുക്കാത്ത നുണയാണ് മോദി പറയുന്നത് എന്നുമാണ്. ആദ്യം നമുക്ക് മോദിയുടെ ചില സിനിമാ ഡയലോഗുകൾ കേൾക്കാം. देश के हर भ्रष्टाचारी को एक बात कान खोलकर सुन लेनी चाहिए, वो अगर भ्रष्टाचार की गारंटी है तो मोदी भ्रष्टाचार पर कार्रवाई की गारंटी है. രാജ്യത്തെ എല്ലാ അഴിമതിക്കാരും ഒരു കാര്യം കാതു തുറന്ന് കേൾക്കേണ്ടതാണ്. അവർ നൽകുന്നത് അഴിമതിയുടെ ഗ്യാരണ്ടിയാണെങ്കിൽ മോദി എന്നാൽ അഴിമതിക്കെതിരെ കനത്ത നടപടിയെടുക്കുന്ന ഗ്യാരണ്ടിയാണ്. അടിപൊളി ഡയലോഗാണ് എന്ന് പറയാതെ വയ്യല്ലോ അല്ലേ. അത് കേട്ട് ആർത്തട്ടഹസിച്ച് അർമാദിച്ച് കൈയടിക്കുകയാണ് തലയിൽ ആൾതാമസമില്ലാത്ത സംഘികൾ. എന്തൊരു ആത്മനിർവൃതിയാണ് മോദിയുടെ ഈ വിടുവായത്തത്തിലൂടെ, ഈ വെറും പൊള്ള വാക്കുകളിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ്. ഇനി അടുത്ത ഡയലോഗ് കേട്ടുകൊള്ളൂ. चारों तरफ एक ही गुंज है, करप्शन क्विट इंडिया, यानी भ्रष्टाचार इंडिया छोड़ो. 4 വശത്തു നിന്നും ഒരേ ശബ്ദമാണ് കേൾക്കുന്നത്, കറപ്ഷൻ ക്വിറ്റ് ഇന്ത്യ. ആ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലായില്ല എന്ന് ഉറപ്പാണ്. ഞാൻ പോലും 10 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് കറപ്ഷൻ ക്വിറ്റ് ഇന്ത്യ എന്നാണ് മോദി പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് പറയുന്നത് മോദി ഈ പറഞ്ഞതിന്റെ അർത്ഥം, അതായത് അഴിമതി ഇന്ത്യ ഉപേക്ഷിച്ചു പോകൂ. 4 വശത്തു നിന്നും അതാണ് കേൾക്കുന്നത് എന്നാണ് മോദി പറയുന്നത്. അതും സൂപ്പറാണ് എന്ന് പറയാതെ വയ്യല്ലോ. ഇനി അടുത്ത ഡയലോഗ് കൂടി കേൾക്കാം. हमारे देश में विकास के काम के लिए पैसे की कमी कभी भी नहीं रही. ये बहुत जरूरी होता है कि जो पैसा सरकार भेजे वो पूरा का पूरा विकास के कार्यों में लगे. നമ്മുടെ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പണത്തിന്റെ കുറവ് ഉണ്ടായിരുന്നില്ല. ഇത് വളരെ ആവശ്യമായ കാര്യമാണ്. സർക്കാർ ചെലവഴിക്കുന്ന പണം മുഴുവനായി വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് സർക്കാർ ചെലവാക്കുന്ന 100% പണവും അതിൽ നിന്ന് അല്പം പോലും ആരും കമ്മീഷൻ പറ്റാതെ കൊള്ളയടിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ് എന്ന് മോദിയുടെ ഇത്തരം കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ് BJPയുടെ ഈ MLA പരസ്യമായി തുറന്നു കാണിക്കുന്നത്. അതും വളരെ നല്ല മനസ്സോടെ സത്യസന്ധമായാണ് പറയുന്നത്. ഇവിടെ BJP പ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മഹേഷ് ത്രിപാഠി എന്ന BJPയുടെ MLA ആണ് പുണ്യം കിട്ടുന്നതിനു വേണ്ടി സത്യം തുറന്നു പറയുന്നത്. തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെയും കമ്മീഷന്റെയും കാര്യമാണ് അദ്ദേഹം BJP പ്രവർത്തകരുടെ മുന്നിൽ കൃത്യമായി തുറന്നു പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടുകൊള്ളൂ. उसमें हम सब लोग समाहित रहें, और अगर हम लोग नहीं समाहित रहते हैं तो हमें तो तब भी तनख्वाही मिल रही है और 10% के विधायक निधि का कमीशन भी मिल रहा है. ईमानदारी की बात तो ये है. तुम लोगों को क्या मिल रहा है? तुम लोगों को कुछ नहीं मिल रहा है. तो कम से कम मानव का ही
कमा के हम लोग चले जाए ऊपर तो क्या दिक्कत है? तो उसके लिए हम सब लोगों को सावधान ഞങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട്. MLA ഫണ്ടിൽ നിന്ന് 10% കമ്മീഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട്. ഇത് സത്യസന്ധതയുടെ കാര്യമാണ്. എന്നാൽ നിങ്ങൾ പ്രവർത്തകർക്ക് എന്താണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. അതിനാൽ മനുഷ്യത്വപരമായി സത്യം പറഞ്ഞാൽ മുകളിലെത്തുമ്പോൾ പുണ്യമെങ്കിലും ലഭിക്കുമെങ്കിൽ എന്താണ് പ്രശ്നം? മനസ്സിലായല്ലോ അല്ലേ? അതായത് MLA പറഞ്ഞത് MLAക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട്, അതുകൂടാതെ MLA ഫണ്ടിൽ നിന്നും 10% കുറയാതെ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മന്ദഭക്തരായ പ്രവർത്തകർക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു കോപ്പും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും കുറഞ്ഞത് സത്യസന്ധമായി ആ കാര്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ മേലോട്ടെത്തുമ്പോൾ ഈ മാന്യദേഹത്തിന് പുണ്യമെങ്കിലും ലഭിക്കുമല്ലോ എന്ന്. ഇദ്ദേഹത്തിന്റെ ഈ മഹാമനസ്കതയെ, സത്യസന്ധതയെ എങ്ങനെ പുകഴ്ത്താതിരിക്കാൻ പറ്റും? മോദി പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ ഇതുപോലെ നടപടിയെടുക്കുന്ന ആ സംഘിക്കൂട്ടങ്ങളെയും മോദിക്കൂട്ടങ്ങളെയും എത്ര അഭിനന്ദിച്ചാലും മതി വരികയില്ല. മോദി പറഞ്ഞതുപോലെ സർക്കാർ ചെലവഴിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം പൂർണ്ണമായാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിന്റെ വസ്തുതയും അയാൾ പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഗോദി മീഡിയകൾ ഉൾപ്പെടെയുള്ള പ്രധാന മീഡിയകളെല്ലാം ഇതിന്റെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറയാൻ വെമ്പുന്ന സംഖ്യകൾക്ക് വേണ്ടി പ്രധാന മീഡിയകളിൽ ഇതിനെക്കുറിച്ച് വന്ന ചില വാർത്തകൾ കണ്ടുകൊള്ളൂ. ഭാരത് സമാചാറിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു, കാൺപൂർ BJP MLA മഹേഷ് ത്രിവേദി സ്റ്റേജിൽ നിന്ന് വ്യക്തമാക്കുകയാണ്, നിറഞ്ഞ സദസ്സിൽ വെച്ച് തുറന്ന് പ്രസ്താവിക്കുകയാണ് താൻ കമ്മീഷൻ മേടിക്കും എന്ന്. ഞങ്ങൾക്ക് അതിനു പുറമെ ശമ്പളവും കിട്ടുന്നുണ്ടെന്ന് പ്രവർത്തകരോട് പറയുന്നു. അതുകൂടാതെ MLA ഫണ്ടിൽ നിന്നും 10% കമ്മീഷൻ പറ്റും. എന്നാൽ നിങ്ങൾ മന്ദഭക്തരായ സംഘി വോട്ടർമാർക്ക് എന്താണ് ലഭിക്കുന്നത്? ന്യൂസ് 24 കൊടുത്ത വാർത്ത, ഞങ്ങൾ MLA ഫണ്ടിൽ നിന്ന് 10% കമ്മീഷൻ ലഭിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രവർത്തകർക്ക് എന്താണ് ലഭിക്കുന്നത്? കാൺപൂരിൽ വെച്ച് BJP MLA മഹേഷ് ത്രിവേദി പറഞ്ഞതാണ് ഇത്. ടൈംസ് നൗ നവഭാരതിൽ വന്ന വാർത്ത. ബ്രേക്കിംഗ് ന്യൂസ്, കാൺപൂരിലെ MLA ഫണ്ടിൽ ഉള്ള കമ്മീഷൻ അഴിമതിയുടെ പിന്നിലുള്ള സത്യം എന്താണ്? ഇതൊരു തമാശയാണോ, ശരിക്കുമുള്ള തുറന്ന സമ്മതമാണോ? ഇത് ഹിന്ദുവിൽ വന്ന വാർത്ത. ഉത്തർപ്രദേശിലെ BJP MLA മഹേഷ് ത്രിവേദിയുടെ ഒരു വീഡിയോ വിവാദം ഉയർത്തുകയാണ്. അതിൽ MLA പറയുകയാണ്, ഞങ്ങൾക്ക് ശമ്പളം മാത്രമല്ല ലഭിക്കുന്നത്, MLA ഫണ്ടിൽ നിന്നും 10% കമ്മീഷനും കൈപ്പറ്റുമെന്ന്. അംബാനിയുടെ ന്യൂസ് 18 ഉത്തർപ്രദേശ് ചാനൽ കൊടുത്ത വാർത്ത. കാൺപൂരിലെ കിഡ്വായ് നഗറിൽ നിന്നുള്ള BJP MLA മഹേഷ് ത്രിവേദിയുടെ വലിയ വെളിപ്പെടുത്തൽ. ശമ്പളത്തിന് പുറമെ MLA ഫണ്ടിൽ നിന്ന് 10% കമ്മീഷൻ ലഭിക്കുമെന്ന് MLA മഹേഷ് ത്രിവേദി പരസ്യമായി പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ മോദിയുടെ BJP എന്ന് പറയുന്ന ക്രിമിനൽ കൾട്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കൂട്ടം ആണ് എന്ന്. ഇവർ അക്രമികളും മതവിദ്വേഷം വിളമ്പുന്നവരും വിഡ്ഢികളും മാത്രമല്ല, മറിച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരും ആണെന്ന്. അയാൾ പറഞ്ഞത് MLAയുടെ മാത്രം കമ്മീഷന്റെ കാര്യമാണ്. കിട്ടുന്നതിന്റെ 10% MLAക്ക്. പിന്നെ വളരെയേറെ നേതാക്കന്മാർ ഉണ്ട്. MP-മാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, അധ്യക്ഷന്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, അധ്യക്ഷന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, അധ്യക്ഷന്മാർ, പിന്നെ സംഘികളുടെ സീനിയർ നേതാക്കന്മാർ. അങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കഴിയുമ്പോൾ ബാക്കി ഏതാണ്ട് 10-15% മാത്രം കാണും. അതാണ് വികസനത്തിനായി ഉപയോഗിക്കുന്നത് എന്ന് ഏതായാലും അവരുടെ MLA അവരുടെ പ്രവർത്തകരുടെ മുന്നിൽ തുറന്ന് വെളിപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇത് കേട്ട് പ്രവർത്തകർ ആനന്ദാതിരേകത്താൽ കൈയടിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവന്റെയൊക്കെ തലയ്ക്കകത്ത് വെറും ചാണകമാണ് എന്ന് ഇവർ തന്നെ വ്യക്തമായി തെളിയിക്കുകയാണ്. കൊടിയ അഴിമതി ചെയ്യുന്നതിന്റെ കാര്യം, മോദിയുടെ വാക്കുകളുടെ പൊള്ളത്തരത്തിന്റെ കാര്യം, മോദി പറയുന്നത് 100% പൊള്ളത്തരമാണെന്നും ഇവരെല്ലാം അഴിമതിക്കൂട്ടം ആണെന്നും യാതൊരു മടിയും കൂടാതെ പ്രവർത്തകരോട് അയാൾ വിളിച്ചു പറയുകയാണ്. അയാൾക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യം എന്താണ്? കാരണം അയാൾക്കറിയാം, അയാളുടെ പാർട്ടിയിലുള്ള അയാളെ സപ്പോർട്ട് ചെയ്യുന്ന മന്ദഭക്തന്മാർ അല്ലെങ്കിൽ സംഘിക്കൂട്ടം എന്ന് പറയുന്നത് തലച്ചോർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയത്തില്ലാത്ത വെറും എന്തോ ഒരു പ്രത്യേക ജന്മങ്ങളാണ് എന്ന്. ഇയാൾ ഇത് പറയുന്നത് കേട്ട് കൈയടിച്ച് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് പറയാൻ മാത്രമേ അവർക്ക് അറിയാവൂ എന്ന് ഈ നേതാവിന് മോദിയെ പോലെ തന്നെ നല്ല ബോധ്യമുണ്ട്. മോദിയുടെയും സംഘികളുടെയും തനിനിറം എന്താണ് എന്ന് തുറന്നു കാണിക്കുന്ന BJP എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചവർ ആണ് എന്ന് വ്യക്തമാക്കുന്ന ഈ BJP MLAയുടെ വാക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?